വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാ ഇപ്പോൾ ഷമീറിനെ മോചിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കൊല്ലത്ത് നിന്നാണ് പോലീസ് എത്തി ഈ മോചിപ്പിച്ചിരിക്കുന്നത്. ഷമീറിനെ കണ്ടെത്തിയിരിക്കുന്നു. പ്രതികൾ ഒരു 5 പേർ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരമുള്ളത്. അപ്പോൾ കൊല്ലത്തായിരുന്നു, അവിടെ കൊണ്ടുപോയിട്ടായിരുന്നു ഈ ഒളിവിൽ താമസിപ്പിച്ചിരുന്നത്. മോചനദ്രവ്യമൊക്കെ ആവശ്യപ്പെട്ട് അവിടെയാണ് ഒളിവിൽ താമസിപ്പിച്ചിരുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ വൈകുന്നേരത്തോടു കൂടി ഷമീറിനെ പാണ്ടിക്കാട് ഇവിടെ എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള ഒരു അവശത ഉണ്ടായിരുന്നില്ല. അതായത് ഇപ്പോൾ ഇവരുടെ കസ്റ്റഡിയിലായിരുന്ന ഒരു സമയത്ത് വലിയ മർദ്ദനമേറ്റിട്ടില്ല എന്നുള്ളത് കൂടിയാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരമുള്ളത്. സാമ്പത്തിക തർക്കം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയിലാണ് ഇപ്പോൾ ഈ ഷമീറിലേക്ക് എത്താനും ഒപ്പം തന്നെ ഈ പ്രതികൾ പിടിയിലാക്കാനുമുള്ള ഒരു കാരണം ഈ ഇന്നോവ കാറും ഒപ്പം തന്നെ ഒരു സ്വിഫ്റ്റ് കാറും, ഈ 2 കാറുകളിൽ എത്തിയാണ് ഷമീറിനെ ചൊവ്വാഴ്ച രാത്രി തട്ടിക്കൊണ്ടുപോയത്. ഈ 2 കാറുകളുടെയും RC ഉടമകളെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതോടു കൂടിയാണ് ആരാണ് കൊണ്ടുപോയത് എന്നതിനെ സംബന്ധിച്ചൊരു പ്രാഥമിക വിവരം പോലീസിന് ലഭിക്കുന്നത്. പിന്നീട് ഈ വാഹനങ്ങളിൽ നിന്ന് മറ്റു വാഹനങ്ങളിലേക്ക് ഷമീറിനെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കൊല്ലം വരെയൊക്കെ എത്തിയിരിക്കുന്നത്. ആ ഒരു അന്വേഷണത്തിലാണ്, വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ പ്രതികളെ പിടികൂടിയിരിക്കുന്നത്.